ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റും അതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്തിരുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് നല്ല ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളാണ്. നമുക്കപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ നമുക്ക് ഈ ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് അതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ബൊഹീനിയ കുഹീനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. അതുപോലെ ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 6 മാസം നല്ല കണ്ടിന്യൂ ആയിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ 3 കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബൊഹീനിയ കൊഹീനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇത് സെയിലിനായിട്ട് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പ്ലാന്റ് ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. കുറച്ച് റേറ്റ് കൂടുതലാണ്, കുറച്ച് റെയർ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ 350 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൂക്കളുടെ പിക്ക് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പൂക്കളായിട്ടില്ല, നമുക്ക് ഒരു 3-4 മാസം കൊണ്ട് പൂക്കൾ ആക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. വളരെ ലോ കെയറിങ്ങിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന, ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ടാതെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അതുപോലെ സാധാരണ ഫ്ലവറിംഗ് പ്ലാന്റുകളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് വെയിലൊന്നും വേണ്ടാത്ത സ്ഥലത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ ബൊഹീനിയ കൊഹീനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ. 350 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ. അടുത്ത് വരുന്ന നമ്മുടെ ഹെലിക്കോണിയുടെ തൈകളാണ്. ഹെലിക്കോണിയ ഒരുപാട് ആൾക്കാർ ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഹെലിക്കോണിയുടെ കുറച്ച് പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. നല്ല ഓറഞ്ച് കളർ പൂക്കളാണ് ഇതിൻ്റെ കേട്ടോ, ഓറഞ്ച് കളർ പൂക്കൾ. അപ്പോൾ 2 വെറൈറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഹെലിക്കോണിയുടെ. അപ്പോൾ ഈ ഒരു 2 ഷൂട്ടൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 80 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഹെലിക്കോണിയുടെ ഓറഞ്ച് കളറ്. അടുത്ത് വരുന്ന ഹെലിക്കോണിയുടെ തന്നെ റെഡ് കളറാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫുകൾ നല്ല വെരിഗേറ്റഡ് ലീഫുകളായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. വെരിഗേറ്റഡ് ലീഫുകൾ കൂടിയിട്ടുള്ള റെഡ് കളറിൽ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 100 രൂപയാണ് വില വരുന്നത് ഹെലിക്കോണിയ. അടുത്ത് വരുന്ന നമ്മുടെ കൊക്കടമുല്ലയാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ പിന്നീട് അത് വൈറ്റ് കളറിലേക്ക് മാറുന്ന ഒരു പ്ലാന്റ് ആണ് കൊക്കടമുല്ല. അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ്. രാത്രി സമയങ്ങളിലൊക്കെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 80 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില. എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അടുത്ത് വരുന്ന കുറ്റിമുല്ലയാണ്. കുറ്റിമുല്ല നല്ല ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന കുറ്റിമുല്ല, നല്ല സ്മെല്ലുള്ള, അതുപോലെ തന്നെ നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. കുറ്റിച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കുറ്റിമുല്ല. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇത് നല്ല ഒരുപാട് ലെയറായിട്ട്, അതായത് 3-4 ലെയറായിട്ട് വരുന്ന പൂക്കളാണ്. നമ്മുടെ കട്ടമുല്ല പോലെ തന്നെയാണ്. അപ്പോൾ പൂക്കൾക്ക് കട്ടമുല്ലയുടെ അത്ര വലിപ്പം ഇല്ലെന്നേ ഉള്ളൂ. നല്ല പൂക്കൾ, നല്ല കട്ട പൂക്കളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 70 രൂപയാണ്. അടുത്ത് വരുന്ന സാൻഡൽ മുല്ലയാണ്. ചന്ദനത്തിൻ്റെ മണമുള്ള പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് വളരെ ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചന്ദനമുല്ല അല്ലെങ്കിൽ സാൻഡൽ മുല്ല എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും 80 രൂപയാണ്. നല്ല ചന്ദനത്തിൻ്റെ മണമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. രാത്രി സമയങ്ങളിലൊക്കെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളാണ്. അപ്പോൾ എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 80 രൂപ തന്നെയാണ് ഇതിൻ്റെയും വില. അടുത്ത് വരുന്നത് അലമാൻ്റെ തൈകളാണ് കേട്ടോ. അലമാൻ്റെയുടെ പ്ലാന്റുകൾ. നല്ല മഞ്ഞ പൂക്കൾ, യെല്ലോ കളറിൽ പൂക്കൾ ലഭിക്കുന്ന അലമാൻഡ. കുറച്ച് പഴയ വെറൈറ്റിയാണ്, എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് തന്നെയാണ്. എന്നാലും നമുക്ക് നമ്മുടെ PVC പൈപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് അലമാൻഡ. നല്ല ഗാർഡൻ്റെ ബോർഡറായിട്ടൊക്കെ വെക്കാനും നമ്മുടെ മതിലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വെക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അലമാൻഡ പ്ലാന്റുകൾ. അപ്പം പഴയൊരു വെറൈറ്റി ആയതുകൊണ്ട് നമ്മളങ്ങനെ കൊണ്ടുവരാത്തതുകൊണ്ടാണ്. എന്നാലും ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 100 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്.
അടുത്ത് വരുന്ന മാൻഡവില്ലയുടെ വൈറ്റ് കളറാണ് കേട്ടോ. മാൻഡവില്ലയുടെ വൈറ്റ് കളർ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല പൂക്കളും മുട്ടുകളും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. മാൻഡവില്ല നല്ല ക്രീപ്പറായിട്ട് വള്ളിയൊക്കെ വീശാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. മാൻഡവില്ലയുടെ വൈറ്റ് കളറിന് 200 രൂപയാണ് വില വരുന്നത്. അടുത്ത് വരുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ചൈന ഡോൾ. ചൈന ഡോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അതുപോലെ നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ചൈന ഡോൾ. നല്ലൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഇലകൾ. നല്ലൊരു ഗ്ലൈസിങ് ഉള്ള ഇലകളാണ്. നല്ല പച്ച കളറിൽ നല്ല ഒരു ഗ്ലൈസിങ് ഉള്ള ലീഫുകളാണ്. ഇൻഡോറിലായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 220 രൂപയാണ്. നല്ല തിക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ. അടുത്ത് വരുന്ന ബോളരേലിയാണ്. ബോളരേലിയുടെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 70 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന ഈ ഒരു കലാത്തിയാണ്. കണ്ടില്ലേ, നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത്. ഒരു ഷൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ചിലതിലൊക്കെ ഒരു 2 ഷൂട്ട് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ചിലതിലൊക്കെ വരുന്നുണ്ട്. എല്ലാത്തിലൊക്കെ ഒറ്റ ഷൂട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു വലുപ്പമാണ് പ്ലാന്റിന് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 140 രൂപയാണ് വരുന്നത്. ഇത് വരുന്നത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. CC പ്ലാന്റ് കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നിറയെ ഷൂട്ടുകളുള്ള നല്ല തിക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 250 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. തീരെ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ. ഒരുപാട് ഷൂട്ടുകളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അടുത്ത് വരുന്ന ഈ ഒരു പാമാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പാമ്പ്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നല്ല അത്യാവശ്യം മോശമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. നല്ല നമുക്ക് ഇൻഡോറിലും അതുപോലെ നമ്മുടെ ഷെയ്ഡ് ഭാഗത്ത് ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 100 രൂപയാണ് വില വരുന്നത്. അടുത്ത് വരുന്ന മയൂരി പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ്. നിറയെ ഷൂട്ടുകളൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് പിന്നെ പുതിയ വിത്തുകൾ ഉണ്ടായി വരുന്നതാണ്. അത് കണ്ടില്ലേ, ഇത് നിറയെ കിഴങ്ങുകളാണ് ഇതിൻ്റെ കിഴങ്ങുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും പുതിയ ഷൂട്ടുകൾ വീണ്ടും ഉണ്ടാകും. അതുപോലെ എല്ലാ സമയത്തും നല്ല ഗ്രീനിഷ് ആയിട്ട് പച്ചപ്പായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു മയൂരി പ്ലാന്റ്. അതുപോലെ നമുക്കിത് ഹാങ് ചെയ്തിടാനും നമ്മുടെ ഇൻഡോറിലൊക്കെ ഔട്ട്ഡോർ പിന്നെ സിറ്റ് ഔട്ട് ഭാഗത്ത് ഷെയ്ഡ് ഭാഗത്തൊക്കെ നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെക്കാനൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മയൂരി പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 130 രൂപയാണ്. അടുത്ത് വരുന്നത് നിയോൺ പോത്തോസ് ആണ്. നല്ല മഞ്ഞ കളർ കണ്ടല്ല, ഗോൾഡൻ കളറിലുള്ള ലീഫുകളാണ് ഇതിൽ വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പോത്തോസ് വെറൈറ്റികളൊക്കെ. അപ്പോൾ നമുക്ക് നിയോൺ പോത്തോസ് ഉണ്ട്, അതുപോലെ നമുക്ക് മാർബിൾ പോത്തോസ് ഉണ്ട്. 2 വെറൈറ്റി പോത്തോസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 80 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന മാർബിൾ പോത്തോസ് ആണ്. മാർബിൾ പോത്തോസ് ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നതും 80 രൂപ തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.